പേരെന്താന്നറിയാമോ? കുട്ടിക്കിണ്ണൻ. അയ്യോടാ. പഠിക്കാൻ പഠിപ്പിക്കാൻ എൻ്റെ ആശാനാകാൻ ഞാൻ പോവാണ്. തെറ്റില്. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ മാവേലിക്കര കുട്ടികൃഷ്ണൻ്റെ അടുത്താണ്. മാവേലിക്കര കുട്ടികൃഷ്ണനും ബേബിച്ചേട്ടനുമായിട്ടുള്ള നമ്മൾ നല്ല വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നീരെല്ലാം കഴിഞ്ഞ് കുട്ടികൃഷ്ണൻ പരിപാടി എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് കുട്ടികൃഷ്ണൻ ഒരു ഓഫ് ഡേ ആണ്. അപ്പോൾ ഓഫ് ഡേയിൽ കുട്ടികൃഷ്ണനെയും ബേബിച്ചേട്ടനെയും കാണാനായിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ ആ കൂടെ വേറൊരാളും കൂടിയുണ്ട്, നിതീഷാണ്. ഇവൻ നമ്മുടെ വീഡിയോയുടെ ഒക്കെ പുറകിലുള്ള ആളാണ്. ഇതുവരെ വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നിട്ടില്ല. ഞാൻ പിടിച്ചു നിർത്തിയാണ്, ഞാനും ബേബിച്ചേട്ടനോട് പിടിച്ചു നിർത്തിയതാണ്. ആളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൃഷ്ണൻ്റെ നീര് സമയത്ത് നോർമലി ആന ചട്ടക്കാരെ അടുപ്പിക്കാറില്ല. ആ സമയത്ത് ചങ്ങല ഇളക്കിയിടുകയും ആനയുടെ കാര്യങ്ങൾ നോക്കുകയും ആനയ്ക്ക് തീറ്റ കൊടുക്കുകയും ഇവനെ നീര് സമയത്ത് കയറി ചെല്ലാം. ഇവനെ ആനയ്ക്ക് ഇവർ തമ്മിൽ അത്രയ്ക്ക് സിറ്റിംഗ് ആണ്. ഇതെല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്. ഇവിടെ ആനയെ അറിയാവുന്നവർക്കും ബേബിച്ചേട്ടനും എന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നിതീഷിനെ ഇന്ന് പരിചയപ്പെടുത്താൻ കൂടിയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. നീ ആനയായിട്ട് എങ്ങനെയാണ്? ഞങ്ങൾ കൂട്ടുകാരെ പോലെ ശരിക്കും ഞങ്ങൾ സംസാരിക്കുന്ന കൂട്ടുകാരോട് സംസാരിക്കാൻ മറ്റേ ചട്ട അടിക്കാനൊന്നും പോകാറില്ല. ഞാൻ ഇങ്ങോട്ട് പോടാ അങ്ങനെ നമ്മൾ കൂട്ടുകാരോട് പറയും പോലെ തന്നെ. അപ്പൊ നീരിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ കേൾക്കും? നീര് കേൾക്കും. അപ്പൊ നീ സാധാരണ അല്ല ബേബിച്ചേട്ടൻ പറയുന്ന പോലെ ഒന്നും അല്ലാതെ നോർമലി നമ്മൾ കൂട്ടുകാരോട് സംസാരിക്കുന്ന രീതിയിൽ. അപ്പൊ നീ വരുമ്പോ ചങ്ങലയൊക്കെ ഇളക്കിയിടുമ്പോ എങ്ങനെയാ? നിന്നെ കാണുമ്പോൾ കാല് പൊക്കി തരും? അമരം പൊക്കി തരും. ചെല്ലുമ്പോഴേ പുറകെ ചെല്ലുമ്പോഴേ എനിക്ക് അറിയാം എന്തിനാണ് വരുന്നതെന്ന് അറിയാം. അത് അധികം മുഷിപ്പിക്കാറില്ല. അപ്പൊ തന്നെ നിന്ന് തരും. അത്രേ ഉള്ളൂ. നീരിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിന്നെ ആ മനസ്സിലാവൂ അല്ലേ? കുറെ കാലമായിട്ടുള്ള ബന്ധമാണ്. എങ്ങനെയാണ്? എനിക്കൊന്ന് ജിലേബി കൊടുത്തു തുടങ്ങിയ ബന്ധമാണ് ബേബിച്ചേട്ടന്റെ മേൽനോട്ടത്തിൽ അല്ലേ? ഇപ്പൊ വേണമെങ്കിൽ അത്യാവശ്യം ബേബിച്ചേട്ടന് നിന്നെ നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം അല്ലേ? അതിനുള്ള ഇതുണ്ട്. ഇത് പറഞ്ഞത് ബേബിച്ചേട്ടനാണ് കേട്ടോ, അത്യാവശ്യം കൈകാര്യം ചെയ്യുന്നത്. ബേബിച്ചേട്ടാ, നീരുകാലത്ത് ഇവനാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്, ഇവരൊക്കെ ശരിയാണോ? നീരുകാലത്ത് നല്ല ഏത് കാലത്തും പുള്ളി വന്നാൽ ആന പുള്ളിയായിട്ട് ഭയങ്കര സീറ്റിങ്ങാണ്. അപ്പം അന്നേരം എന്നെ വേണമെന്നാകുവാണ്. പുള്ളിയുടെ കൂടുതൽ അങ്ങ് കൂടും. അപ്പോൾ തന്നെ ഞാനില്ലേലും നിതീഷിനെ ഞാനിവിടെ ആക്കി വെച്ച് അങ്ങ് പോകും. അപ്പോൾ ഞാൻ തിരിച്ച് വരുമ്പോൾ നിതീഷ് ഇവിടെ നിന്നോളും. പിന്നെ ഉത്സവപ്പറമ്പിലൊക്കെ വരികയാണെങ്കിൽ അവിടെ നിർത്തിയിട്ട് ഞാൻ മൂത്രമൊഴിക്കാൻ അങ്ങോട്ടൊക്കെ മാറും. ഒന്ന് നിതീഷ് അവിടെ നിന്നോളൂ, ആന തീറ്റ കൊടുത്തോളം നിന്നോളും. യാതൊരു കുഴപ്പമില്ല. പിന്നെ പോട്ട് പുള്ളി ആനയായിട്ടൊരു ഭയങ്കര സീറ്റിങ്ങാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല. അതുപോലത്തെ ഒരു കമ്പനിയാണ് അവർ നമ്മൾ. പിന്നെ അവരുടെ രണ്ടിൻ്റെ നാളൊന്നും അറിയത്തില്ല. അങ്ങനെയുള്ള കമ്പനിയാണ്, ഭയങ്കര കമ്പനിയാണ്. ഇതുപോലൊരു സീറ്റിംഗ് ആനയായിട്ട് ഞാൻ ജീവിതം ഞാൻ കണ്ടിട്ടില്ല. നീരിലാണെങ്കിലും പുള്ളിക്ക് വായി കൊണ്ടു കൊടുക്കാൻ നേരം ഞാൻ പറയാം വായി കൊടുക്കണ്ട. വെച്ചാൽ ആനയല്ലേ, അപ്പം അതുകൊണ്ട് വേണ്ട, കൈ കൊടുത്താൽ മതി, അത് മാത്രം മതി. അല്ലാതെ നമ്മൾ ആനയുടെ കീഴേ പോകണ്ട. അല്ലാത്ത സമയത്ത് പോകും. എന്നാലും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഞാൻ പറയും. അവന് പുള്ളി പറയാം അത് കുഴപ്പമില്ല ചോദിച്ചിട്ടാന്ന് പറയും. ഞാൻ പറയാം അത് വേണ്ട എന്ന് ഞാൻ പറയും. അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്നലെ ഞങ്ങൾ കൊണ്ട് ആ പുള്ളിയുടെ വീട്ടിൽ കൊണ്ട് ആന കഴുകി അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചു. കാപ്പി, ചായ, അവിടുത്തെ പിള്ളേരെ, അമ്മ എല്ലാവരും നല്ല സഹകരണമായിരുന്നു. എല്ലാം കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഇവനോടും മറ്റേ കുട്ടികൃഷ്ണനോടും ഒരേ ചട്ടമാണെന്ന് തോന്നുന്നു. അതെ, അതൊരു കുഴപ്പമില്ല. അങ്ങനെ അങ്ങനെ പിന്നോട്ട് പോകുന്നു. പിന്നെ വേറെ യാതൊരു കുഴപ്പമില്ല. പരിപാടി ഞങ്ങൾക്ക് തീരെ കുറവായി. പയ്യാണ്ടി നേരത്തെ പരിപാടിയെല്ലാം കയറി വന്നതോടുകൂടി പൊതുവെ എല്ലാ ആനകൾക്കും കുറവാണ് മൊത്തത്തിൽ. പിന്നെ വെച്ചാൽ എല്ലാവരും റേറ്റ് കുറച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ കുഴപ്പങ്ങളുണ്ട്. പിന്നെ അതുകൊണ്ട് എഴുന്നള്ളിക്കുന്ന ആനയുടെ എണ്ണവും കുറവുണ്ടെന്ന് തോന്നുന്നു. പല സ്ഥലത്തും കുറവാണ്. ആനയെ പറ്റി വെച്ചാൽ വലിയ ആനകളാണെങ്കിലും ചെറിയ ആനകളാണെങ്കിലും എണ്ണം കുറവാണ്. അങ്ങനെയുള്ള ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. പിന്നെ പഴയ പോലെ ഇപ്പം പതിവ് പോലെ എഴുന്നള്ളിപ്പ് കുറവാണ് മൊത്തത്തിൽ. കയ്യാണ്ടി നേരത്തെ എഴുന്നള്ളിപ്പ് കയറി വന്നു, അമ്പലത്തിലെ പരിപാടി കയറി വന്നു. അങ്ങനെ ഡേറ്റ് വ്യത്യാസം, മാസ വ്യത്യാസം വന്നു കഴിഞ്ഞപ്പം ആണ്ടി മൊത്തത്തിൽ പൊതുവേ കുറവാണ്. ഇനി അടുത്ത പരിപാടിയൊക്കെ എവിടെയൊക്കെയാ? അടുത്ത പരിപാടി 20-ാം തീയതി ഞങ്ങൾക്ക് തൃശ്ശൂരാണ്. അതെ, കൂടുതലും ആ ഭാഗത്താന്ന് തോന്നുന്നു. അരുൺ പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഉറപ്പില്ല ഞങ്ങൾ അങ്ങനെ പോകുന്നു. ഇതെൻ്റെ കൊച്ചുമകളാണ്. ഇവിടെ വീടിൻ്റെ ആൾക്കാണ് ആന നിൽക്കുന്നത്. അവൾക്ക് ആനയായിട്ട് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇഷ്ടമാണോ ആന? ഇഷ്ടമാണോ? ആണോ? മോടെ പേരെന്താ? കെലൻ. ആനയുടെ പേരെന്താന്നറിയാമോ? കുട്ടിക്കിണ്ണൻ. അയ്യോടാ, ഇഷ്ടമാണോ ആനയെ? ആണോ? മോൾ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ ആനയ്ക്ക്? ആണോ? എന്നെ കൊടുക്കുന്നേ? എന്നെ കൊടുക്കുന്നേ? ബിസ്ക്കറ്റ് കൊടുക്കുവോ? പിന്നെ എന്നാ കൊടുക്കും? മിഠായി കൊടുക്കുമോ?
ആണോ ഇട്ട് വേണോ എന്നെ അയ്യോടാ. ദേണി കുട്ടികൃഷ്ണനെ വേശേടൻ പുല്ലെടുക്കാൻ വേണ്ടിയിട്ട് അയക്കാൻ പോവാണ്. രാവിലെ ആള് തറിയൊക്കെ വൃത്തിയാക്കി വെള്ളമൊക്കെ കൊടുത്ത് പുല്ലെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് രണ്ടുപേരും കൂടി. കുട്ടികൃഷ്ണന് പുല്ല് കെട്ടി കൊടുക്കുകയാണ്. ഞാൻ ബേബിച്ചേട്ടനോട് പറയായിരുന്നേ എനിക്കും കൂടെ പഠിക്കണമെന്നുണ്ടെന്ന് പാർട്ട് ടൈമായിട്ട് ആനപ്പണി. ഒഴിവ് സമയങ്ങളിൽ വന്ന് പഠിക്കാൻ പഠിപ്പിക്കാന്ന് എൻ്റെ ആശാനാകാൻ ഞാൻ പോവാണ്. തെറ്റിലെ ദക്ഷിണയും കൊടുത്തു. അയ്യോ എന്നാ ഇല്ല, ആദ്യം മരങ്ങേറ്റം പഠിക്കൂല. എനിക്ക് ഹൈറ്റ് കാണുമ്പോൾ പേടിയാ. അത് അല്ല, മരങ്ങേറ്റം പഠിക്കാതെ ആനപ്പണി പഠിക്കാൻ പറ്റുമോ? പാടല്ലേ. ആ തീറ്റ തന്നെ ചെയ്യും അല്ലേ? ഇതുപോലെ ഇറക്കി കൊടുത്താൽ മതിയോ? അതാണ് മെയിൻ ആനപ്പണിയിലെ മെയിൻ ആയിട്ടുള്ള കാര്യം, മരം വെട്ട് അല്ലെ, മരം കയറ്റം. അതെ, മരം കയറാൻ ആദ്യം പഠിക്കണം അല്ലേ? ആനക്കാരനാണെങ്കിൽ പഠിക്കണം. അങ്ങനെയാണ് ഞാൻ ആനപ്പണി പഠിക്കുന്നത്. എടാ ചെറുക്ക, നോക്കി നിൽക്കാതെ ചെയ്തു കൊടുക്കടാ. നിന്റെ മനസ്സ് പാമ്പാണോ? ഇത് കെട്ടഴിഞ്ഞ അത് നീ എടുത്തോണേ. നിനക്ക് കെട്ടഴിഞ്ഞാണോ? എടാ ഇതൊന്ന് പിടിച്ചേടാ. നീ മേൽനോട്ടം വഹിക്കുവാണ് ഇറക്ക തിരിച്ചു വിടണം. വള്ളിയില്ലേ ഇതിനൊന്നും? വള്ളിയില്ലേ? അത് കാണുന്നില്ല. ആ ഇവിടെയാ. തിരിച്ചു വെക്കട്ടെ, എങ്ങനല്ലേ? രണ്ട് കയറിൽ ഇരിക്കണം അതുപോലെ. ആ ഓക്കെ ഓക്കെ. ആ റീൽസ് എടുക്കാൻ വന്ന എവിടെ? ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലേ എടുത്തോണ്ട് പോകാൻ അല്ലേ? അല്ല പകുതി വാരി ഇടും അല്ലേ? ഈ പണിക്ക് മഴയൊന്നും കേട്ടോ, ഒരു മഴ. ഞാൻ വീട്ടിലാണ്. ഓ അപ്പൊ ഞാൻ വന്ന ചേട്ടൻ ഓടിക്കും. ഓടിക്കും. ഒരു മനോഭാവമില്ല. ഇവിടെ നിറയെ ആളായത് ഞാൻ ശ്രദ്ധിച്ചില്ല ഇത്ര നേരം കൊണ്ട്. അപ്പുറത്ത് പോയി വലിക്കടാ. മനസ്സിലായില്ലേ?
ഓക്കെ സെറ്റ്. അതിന് ആനയുടെയോ? കുട്ടികൃഷ്ണൻ, മാവേലിക്കര കുട്ടികൃഷ്ണൻ. ആ തിരിഞ്ഞ് നിൽക്കുന്നു. അങ്ങനെ തീറ്റയൊക്കെ എടുത്തു പോവാണ്. അവൻ പോകുന്നുണ്ട്. ആന ആടുന്നതിന് കൂടുതൽ അവനെ ആടുന്നു. ഓ ആ പുല്ലെടുത്ത് ചൊറിയുന്നുണ്ടല്ലോ അവിടെ അല്ലേ? അത് ചൊറിയുമായിരുന്നില്ല എന്ന് പറയട്ടായിരുന്നോ? അയ്യോ. അപ്പോൾ അങ്ങനെ കുട്ടി കൃഷ്ണൻകുട്ടി കയറി തറയിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.